ഒരു ചേഞ്ച് വരുത്തിച്ചാൽ മതി. ഒന്ന് വരട്ടെ ആക്സിലേറ്റർ. നമുക്കത് ഫീൽ ചെയ്യണം, കാലിൽ അത് പ്രസ് ആകുന്നു എന്ന് ഫീൽ ചെയ്യണം. ഇത് അത് ഓവറല്ലേ, നോക്കണ്ട. ഇപ്പൊ വന്നതായിട്ട് തോന്നുന്നുണ്ട് ആക്സിലേറ്റർ ഇല്ലേ? കാലിലൊരു വൈബ്രേഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അത് വരുന്നത്, ആക്സിലേറ്റർ വരുന്നത്. അന്ന് ഡ്രോപ്പ് ചെയ്ത് നോക്ക്, വെറുതെ അതിലൊന്ന് കാല് വെച്ച് നോക്ക്, നോർമലാണ്. ശരിയല്ലേ? നോക്കേണ്ട കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും കറക്റ്റായിട്ട്. ഒന്ന് ആക്സിലേറ്റർ ഒന്ന് കൊടുത്ത് വരുത്തിരി. ഇല്ലേ? ആക്സിലേറ്റർ വരുന്നത് അറിയാൻ പറ്റുന്നില്ലേ? അങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് ചവിട്ടി താഴ്ത്തലല്ല, നമുക്കത് ഫീൽ ചെയ്താൽ മതി. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. ഓക്കെയാണ്. ഒന്ന് ബ്രേക്കിൽ വന്നേ, പ്രസ് ചെയ്തേ. ഓക്കെ, ആക്സിലേറ്ററിലേക്ക് ഒന്ന് വന്നേ, ബ്രേക്കിലേക്ക് ഒന്ന് വന്നേ, ആക്സിലേറ്ററിലേക്ക് ഒന്ന് വന്നേ. ആക്സിലേറ്റർ എടുത്തിരി. ഇപ്പോഴും ഇങ്ങനെ താഴ്ത്താനാണ് ശ്രമിക്കുന്നത്. ഒന്നുകൂടെ ബ്രേക്കിൽ വന്നേ, ആക്സിലേറ്ററിലേക്ക് ഒന്ന് വന്നേ. അതേ ഉള്ളൂ. ബ്രേക്കിലേക്ക് വന്നേ, ആക്സിലേറ്ററിലേക്ക് ഒന്ന് പോയിക്കേ, ബ്രേക്കിലേക്ക് കൊണ്ടുവന്നേ. ഓക്കെയാണ്. വണ്ടി ഓട്ടോമാറ്റിക് ആണല്ലോ. ഇതിന്റെ എങ്ങനെയാ ഗിയർ? നമ്മൾ ഡ്രൈവിലിട്ടാൽ ഡ്രൈവിൽ കൊടുക്കും, റിവേഴ്സിൽ ഇടണമെങ്കിൽ റിവേഴ്സിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ ന്യൂട്രലാക്കി വെക്കണം. ഈ ഗിയർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും വേണോ? ചുമ്മാ ഗിയർ ഇട്ടാൽ മതിയോ? അങ്ങനെ ഇവിടെ ഞെക്കിയിട്ടില്ലേ മതിയാ? ബ്രേക്കും കൂടി യൂസ് ചെയ്യണം. ബ്രേക്ക് പ്രസ് ചെയ്ത് വേണം ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. ഈ ഓട്ടോമാറ്റിക് വണ്ടിയെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബ്രേക്ക് പ്രസ് ചെയ്ത് ഏതെങ്കിലും ഒരു ഗിയർ മോഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ, ഡ്രൈവ് ആണോ റിവേഴ്സ് ആണോ ഏതെങ്കിലും ഒരു മോഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ, പിന്നെ ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ തൊട്ട് വണ്ടി മൂവ് ചെയ്യാൻ റെഡിയാവും. ഓക്കെയാണ്. ഒരു 0 to 10 സ്പീഡ് എന്ന് പറഞ്ഞാൽ ആവറേജ് അത് കീപ്പ് ചെയ്യും സ്വയമേ. റോഡ് നിരപ്പാണെങ്കിൽ വണ്ടി അത് സെൽഫായിട്ട് കീപ്പ് ചെയ്യും. ഓക്കെയാണ്. അങ്ങനെ നീങ്ങാതിരിക്കണമെന്നുണ്ടെങ്കിൽ റോഡിൽ ഒന്നെങ്കിലും ഒരു കയറ്റമായിരിക്കണം, അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും റോഡിൽ ഉണ്ടായിരിക്കണം, ഉരുളാൻ പറ്റാതെ. അല്ലെങ്കിൽ വണ്ടി നോർമലായിട്ടൊരു 0 to 10 കീപ്പ് ചെയ്തുകൊണ്ടിരുന്നോളൂ. നമുക്ക് അതിലധികം വേഗത വേണ്ടി വന്നാൽ മാത്രമാണ് ആക്സിലേറ്റർ ഉപയോഗിക്കേണ്ടത്. ഓക്കെയാണ്. നമുക്ക് വേഗത ആവശ്യമില്ലെങ്കിൽ ആക്സിലേറ്റർ ഉപേക്ഷിക്കുക, ബ്രേക്കിലേക്ക് കാല് കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ ബ്രേക്കിലാണ് നിയന്ത്രിക്കേണ്ടത്. വണ്ടി ഓടിക്കൊണ്ടേയിരിക്കും. ഡ്രൈവോ റിവേഴ്സോ അതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്താൽ പിന്നെ ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ തൊട്ട് വണ്ടി ഓടാൻ റെഡിയാവും. ഓക്കെ. നോർമൽ റോഡാണ്, അല്ലെങ്കിൽ റോഡിൽ അതിന്റെ ഉരുളിച്ചെ തടസ്സപ്പെടുത്തുന്ന ഒന്നും ഇല്ല എങ്കിൽ വണ്ടി ഉരുളും. ഓക്കെ. 0 നിന്ന് ആവറേജ് 10 വരെയുള്ള വേഗതയിൽ അത് കീപ്പ് ചെയ്യും സ്വയമേ, റോഡിന്റെ കണ്ടീഷൻ അനുസരിച്ച്. ഓക്കെയാണ്. നമുക്ക് അതിലും കൂടുതൽ വേണ്ടി വന്നാൽ മാത്രം ആക്സിലേറ്റർ ഉപയോഗിച്ച് നമുക്കതിനെ കുറച്ചുകൂടി യൂസ് ചെയ്ത് കൊണ്ടുപോകാം. നമുക്ക് ആക്സിലേറ്റർ വേണ്ട, അതായത് വേഗത വേണ്ട എന്ന് തോന്നുന്ന എപ്പോഴാണെങ്കിലും ആക്സിലേറ്ററിൽ നിന്ന് കാല് മാറ്റി ബ്രേക്കിന് മേളിൽ കീപ്പ് ചെയ്തോണം കാല്. അല്ലാതെ ആക്സിലേറ്ററിൽ തന്നെ കാല് വെച്ചോണ്ടിരിക്കരുത്. ആ കാലും ബ്രേക്കിലേക്ക് വന്നോണം. വണ്ടി എടുത്തു, വണ്ടി ഇപ്പോൾ ഒരു 30 സ്പീഡിൽ പോവുകയാണ്. അപ്പത്തേക്ക് നമുക്ക് തോന്നി ആ 30 തന്നെ പോകാന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രേക്കിലോട്ട് എടുത്ത് അതങ്ങ് തന്നെ തന്നെ അങ്ങ് 30 പോകില്ല. അപ്പൊ അത് 30 കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആക്സിലേറ്റർ ഉപയോഗിക്കണം. നമുക്ക് അത് ഉപേക്ഷിക്കേണ്ട കുറച്ച് സാഹചര്യം വരും. മുന്നിൽ ഒരാൾ വന്നു, ആക്സിലേറ്റർ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അയാളെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ആക്സിലേറ്റർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമുക്ക് അയാളെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ബ്രേക്കിൽ നമ്മുടെ വേഗത കുറയ്ക്കേണ്ടി വരും. മുന്നിൽ ഒരു വളവ് വന്നു, ആ വളവിൽ ഒരിക്കലും നമുക്ക് ആക്സിലേറ്റർ കൊടുത്ത് തിരിഞ്ഞു പോകാൻ പറ്റില്ല. നമുക്കത് ഇവിടെ ബ്രേക്ക് ഉപയോഗിക്കേണ്ടി വരും. ശരിയല്ലേ? അത് ഞാൻ പറഞ്ഞ ഏതെങ്കിലും നമ്മുടെ മുന്നിലെ തടസ്സങ്ങളോ സാഹചര്യങ്ങളോ മാറുന്നതനുസരിച്ച് ആ കാല് ബ്രേക്കിലേക്ക് വന്നോണം. ആ കാലിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്കിലാണ്. ഓക്കെയാണ്. വലത്തെ കാലിന്റെ പൊസിഷൻ ബ്രേക്കിന് നേർക്കാണ്. ഓക്കെ. അത് എപ്പോഴും ഇരിക്കേണ്ടത് ബ്രേക്കിന് അവിടെയാണ്. ആക്സിലേറ്ററിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് താൽക്കാലികമായിട്ട് മാത്രമാണ്. എപ്പോൾ ആക്സിലേറ്റർ നമ്മൾ ഡ്രോപ്പ് ചെയ്താലും അത് ബ്രേക്കിൽ തിരിച്ചു വരണം ആ കാല്. അല്ലാതെ ആക്സിലേറ്ററിൽ തന്നെ വെക്കരുതെന്നാണ് ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പം നമ്മൾ കീപ്പ് ചെയ്തില്ലേ കുറേ നേരം, വെറുതെ ആക്സിലേറ്ററിന്റെ മേളിൽ വെച്ചില്ലേ? അങ്ങനെ വെക്കണ്ട. അങ്ങനെ വെക്കണമെങ്കിൽ ബ്രേക്കിലേക്ക് കൊണ്ടുവന്ന് വരണം എന്നാ പറഞ്ഞു. കാരണം നമുക്ക് വേണ്ടത് ബ്രേക്കാ. ഓക്കെയാണ്. ഒന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് നോക്കിയ ലെഫ്റ്റ്. എനിക്കറിയില്ല, ഒന്ന് നോക്ക്. അത് റൈറ്റ്, അത് ലെഫ്റ്റ്. ഓക്കെ ആണോ? ഒന്ന് ഓഫ് ചെയ്തേ. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടെ. വീണില്ല. ഓഫ് ചെയ്തേ. ഓക്കെ. ഇനി നോക്കണ്ട, ഒന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടെ. അത്രേ ഉള്ളൂ. റൈറ്റ് ഇൻഡിക്കേറ്റർ വന്നിട്ട് ഓഫ് ചെയ്തേ.
നമുക്കറിയാം അത് എവിടെയാ പൊസിഷൻ എന്ന്, പിന്നെ നോക്കേണ്ട കാര്യമില്ല. ശരിയല്ലേ? കൈ ഒന്ന് മാറ്റിക്കേ. ഇനി ഒന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേ. അത്രേ ഉള്ളൂ. ഓഫ് ചെയ്തേക്ക്. നോർമലായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യേണ്ട കാര്യമുണ്ടോ? വേണ്ട. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഒന്നിട്ടെ. ലെഫ്റ്റിലേക്കൊന്ന് തിരിച്ച സ്റ്റിയറിങ് തിരിക്ക്. മതി. ഇനി നേരെ ആക്കിക്കേ. ഓഫ് ആയതുണ്ടോ? ഓക്കെ ആണോ? അങ്ങനെ ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട്. അതൊന്നുമില്ല, ചുമ്മാ കളിയാക്കോട്ടോ. പുള്ളിയുടെ കയ്യില് റിമോട്ട് ഉണ്ട്, അങ്ങനെ ഓഫ് ചെയ്തതാണ്. കളിയാക്കിയതാണ്. ഞാൻ ഇന്നലെ വണ്ടിക്കകത്ത് കയറി. എനിക്ക് സാധാരണ നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കാൻ പറ്റുമല്ലോ, ഇത് പെട്ടെന്ന് ഞാനിങ്ങനെ സ്റ്റിയറിംഗ് ഇങ്ങനെ കിടക്കുമായിരുന്നു. ഞാനിത് ഇങ്ങനെ വെച്ചപ്പോ ലോക്കായി പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റുന്നില്ല. അതെന്താ നമ്മളത് സ്റ്റിയറിംഗിന് ഒരു ലോക്ക് ഉണ്ട്. അതെല്ലാം പറഞ്ഞു തന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു. അതോർക്കൊന്നും ടെൻഷൻ അടിക്കണ്ട. സ്റ്റിയറിംഗ് ലോക്കായിരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായായിരുന്നു ഇതിനകത്ത് കയറിയിട്ടുണ്ടെന്ന്. റൈറ്റ് ഇൻഡിക്കേറ്റർ എന്നിട്ട് റൈറ്റ് ഇട് പ്രോപ്പറായിട്ടാ. ഒന്നിന് റൈറ്റ് ഒന്ന് തിരിച്ച് മതി. ഇനി നേരെ ആക്കിക്കേ. ഇൻഡിക്കേറ്റർ ഓഫായി കണ്ടല്ലോ. ഇനി ആ ഇൻഡിക്കേറ്ററിന്റെ ലിവർ ഈ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് അനക്കിയാൽ അതൊരു 3 സെക്കൻഡ് നേരത്തേക്ക് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. എന്നിട്ട് അത് തന്നെ നിൽക്കും. കണ്ട? അത് പ്രോപ്പറായിട്ട് ഇട്ടാൽ മാത്രമേ ഇൻഡിക്കേറ്റർ ആയിട്ട് അത് അവിടെ ഉണ്ടാവുകയുള്ളൂ. അല്ല എങ്കിൽ ഒരു 3 സെക്കൻഡ് ബ്ലിങ്ക് ചെയ്തിട്ട് അത് ഓഫാവും. അത് നമുക്ക് ലൈൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 4 ലൈനിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മാറണം, അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറണമെങ്കിൽ ടെമ്പററി ആയിട്ട് നമ്മൾ ഓണാക്കുന്നതാണ്. അതായത് തിരിക്കേണ്ടി വരില്ല, പക്ഷെ നമുക്ക് ചെറുതായിട്ട് ബെൻഡ് ചെയ്ത് വലത്തേക്ക് മാറേണ്ടി വരുമല്ലോ, ലൈൻ ചേഞ്ച് ചെയ്യുമല്ലോ 4 ലൈനിലൊക്കെ ഓടിക്കുമ്പോൾ. അപ്പോഴത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്കത്. പ്രോപ്പറായിട്ട് ഓൺ ചെയ്യേണ്ടി വരില്ല, വെറുതെ ജസ്റ്റ് അങ്ങോട്ടൊന്ന് ടാപ്പ് ചെയ്താൽ മതി. ഓക്കെയാണ്. വൈപ്പർ അത് മിസ്റ്റ് എന്ന് പറയും. ഒരു തവണ മാത്രം വൈപ്പ്. ഇപ്പോൾ ഓട്ടോ മോഡിലാണ് കിടക്കുന്നത്. മുന്നിലേക്ക് ഒരു തവണ ആക്കിയാൽ മിസ്റ്റ് എന്ന് പറയും. അതൊന്ന് വൈപ്പ് ചെയ്തിട്ട് ഓഫ് ആകും. ഓക്കെ. താഴേക്ക് ഒരു തവണ ആക്കുമ്പോഴത്തേക്ക് അത് ഇന്റർവെൽ എന്ന് പറയും. ഒന്ന് വൈപ്പ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെയും വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. ഒന്നുകൂടെ താഴേക്ക് ആക്കിയാൽ ലോ എന്ന് പറയും. കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഒന്നുകൂടെ താഴേക്ക് കൊണ്ടുവന്നാൽ ഹൈ എന്ന സ്പീഡിൽ വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെയാണ്. അതിൻ്റെ ഓട്ടോ മോഡിൽ സ്പീഡ് കുറയ്ക്കാനായിട്ടാണ് ഇതുള്ളത്, ഈ സ്വിച്ച്. വൈപ്പർ വർക്ക് ചെയ്യുന്ന സ്പീഡില്ലേ, ഇതാണ്ട് ഇതാണ് ഇന്റർവെല്ല്. ഒന്ന് റെസ്റ്റ് ചെയ്തത്, എന്നിട്ട് പിന്നെയും വൈപ്പ് ചെയ്യും. ആ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് ഈ സാധനം ഉള്ളത്. ഇത് സ്പീഡ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നായി. കണ്ട? ആ ഗ്യാപ്പ് കുറഞ്ഞു. ഇത് നമ്മൾ കുറച്ച് വയ്ക്കുന്നതനുസരിച്ച് ആ ഗ്യാപ്പ് കൂടുതൽ സമയമെടുത്തത് വൈപ്പ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പൊ നോക്കി ഇത് ഏത് മിസ്റ്റിലാണോ, ഇന്റർവെല്ലിലാണോ, ലോയിലാണോ, ഹൈയിലാണോ വെച്ചിട്ട് ഇതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ ആണോ? ഹൈക്ക് സ്പീഡ് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അതിങ്ങനെ ഫുൾ ടൈം ഇതേ സ്പീഡ് തന്നെ ആയിരിക്കും. അത് ഇത് എത്ര കൂട്ടി വെച്ചാലും അതേ സ്പീഡിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ ഇന്റർവെല്ലിന്റെ ടൈമിങ് കൂട്ടാൻ കുറയ്ക്കാനും പറ്റുള്ളൂ നമുക്ക്. ലോയിലും ഇല്ല, അതും കണ്ടിന്യൂ ആയിട്ട് വൈപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇങ്ങനെ തന്നെ വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതെ. ഇന്റർവെല്ലിന് മാത്രമേ സ്പീഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ടൈമിങ് നമുക്ക് ഇതാക്കാൻ പറ്റും. മിസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺസ് മാത്രമേ ഉള്ളൂ. ഒരൊറ്റ വൈപ്പ് മാത്രം ചെയ്തിട്ട് അത് ഓഫ് ആകും. ഇപ്പൊ നമ്മൾ പോകുന്നു, പെട്ടെന്ന് എന്തെങ്കിലും വെള്ളമോ പൊടിയോ ഇതിൽ വീണു, അതൊന്ന് വൈപ്പ് ചെയ്ത് കളയണമെങ്കിൽ ഒറ്റ ടാപ്പ് വൈപ്പ് ചെയ്തിട്ട് അത് ഓഫായി പോകും. ഓക്കെയാണോ? ഇനി ഒരു ഗ്ലാസിന് ഒരു വാഷ് കൂടെ ഉണ്ട്. അതിങ്ങനെ പുള്ളി ചെയ്താൽ മതി. ഇതില് ആ വെള്ളമൊക്കെ തീർന്നെന്ന് തോന്നുന്നു. അതിനകത്ത് കരയ്യ മതി, അതിനകത്ത് വെള്ളമില്ല. അത് സാധാരണ ഒരു വെള്ളം വരും വാഷ് ചെയ്യാനായിട്ട്. നമ്മൾ വിട്ട് കഴിയുമ്പോൾ അത് വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിന്നോളും. ഓക്കെയാണോ? അതെ. ഇല്ല, നമ്മളിത് പുള്ളി ചെയ്യുമ്പോഴത്തേക്ക് വെള്ളം വരും, എന്നിട്ട് അത് വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഓഫായിക്കോളും തന്നെ. ഓഫായി. ഓക്കെയാണോ? സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടല്ലോ. ഇനി ഒരു കാര്യം കൂടെ കേട്ടോ. ഇപ്പൊ കാല് എവിടെയാ വെച്ചിരിക്കുന്നത്? എവിടെയാ വെക്കണ്ടേ? അത് ശീലമാക്കിക്കോണം. വണ്ടിയിൽ കയറിയ കാല് ബ്രേക്കിലേക്ക് എടുത്ത് വെച്ചോണം. പിന്നെ ആ കാലിന് വേറൊരു സ്ഥലമില്ല. ഓക്കെ. ഇടത്തെ കാല് നമ്മൾ എവിടെ വേണേലും വെച്ചോ, താഴത്ത് റെസ്റ്റ് ചെയ്യോ മാറ്റി വെക്കുകയോ എന്ത് വേണം ചെയ്തോ. വലത്തെ കാല് ബ്രേക്കിന് നേർക്ക് തന്നെ ഉണ്ടാവണം, ബ്രേക്കിൽ തന്നെ പ്രസ് ചെയ്തുകൊണ്ടിരുന്നോണം. ഓക്കെയാണ്. ഇതിനകത്ത് 2 റെഡ് ലൈറ്റ് തെളിഞ്ഞ് കിടപ്പുണ്ട്. അതെന്തൊക്കെയായിരിക്കും? സീറ്റ് ബെൽറ്റ് അത് ഇട്ടിട്ടുണ്ട് മാഡം.
ഞാൻ ഇട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് തെളിയാത്തത്. ഇനി ഓർമ്മ അതൊരു ഹാൻഡ് ബ്രേക്കിന്റെ വാണിംഗ് ലൈറ്റാണ്. പാർക്കിംഗ് ബ്രേക്ക് ഓൺ ആണെന്ന് ഈ വണ്ടിയുടെ. ഏതാ ഹാൻഡ് ബ്രേക്ക്? മേഡം ഒന്ന് ഓഫ് ചെയ്ത് നോക്കിയാൽ ഓക്കെ ആണോ? ഇപ്പൊ വണ്ടി ഒന്ന് അനങ്ങിയതായിട്ട് തോന്നിയാ അതിനർത്ഥം മേഡം ബ്രേക്ക് ചെയ്തിട്ടില്ലായിരുന്നു എന്ന്. ഈ വണ്ടി നിരപ്പല്ലായിരുന്നെങ്കിലും ഇപ്പൊ നമ്മുടെ വീടിന്റെ ആ കയറ്റത്തിൽ വെച്ചായിരുന്നു മേഡം ഇത് ഇങ്ങനെ ഓഫ് ചെയ്യുന്നെങ്കിൽ, പുറകിലൊരാളുണ്ടെങ്കിലും അപ്പൊ വണ്ടിയിൽ കയറിയാൽ എന്ത് ചെയ്യണം? ബ്രേക്ക് പ്രസ് ചെയ്ത് പിടിച്ചോണം. നമുക്ക് മുന്നോട്ടോ പുറകോട്ടോ നീങ്ങാറാകുമ്പോൾ അതിനെ റിലീസ് ചെയ്ത് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ബ്രേക്ക് പ്രോപ്പറായിട്ട് പ്രസ് ചെയ്തോണം. ഓക്കെ ആണോ മേഡം? ഈ ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഓൺ ചെയ്തേ. ഓൺ ചെയ്യുന്നത് അങ്ങനെയല്ല. ഓക്കെ, ഒന്ന് ഓഫ് ചെയ്തേ. ഇനി ഒന്ന് ഓൺ ചെയ്തേ. പ്രസ് ചെയ്യണ്ട, ഓഫ് ചെയ്തേ. ഓൺ ചെയ്യും, പ്രസ് ചെയ്യരുത്. അങ്ങനെയാണ് ഓൺ ചെയ്യേണ്ടത്. ഓഫ് ചെയ്യേണ്ടത് മാഡം ചെയ്തതുപോലെ തന്നെ. ഒന്ന് ഉയർത്തിയിട്ട് പ്രസ് ചെയ്തിട്ട് താഴ്ത്തണം. ആ സൗണ്ട് കേൾക്കാത്ത രീതിയിൽ ഓഫ് ചെയ്യാൻ പറ്റുമോ നോക്ക്. ഓണായി. ഓഫ് ചെയ്യുമ്പോൾ ആ സൗണ്ട് കേൾക്കരുത്, അത് കേൾക്കണം. ഓൺ ആകുമ്പോൾ അത് കേൾക്കും. അതായത് ലോക്കിൽ വീഴുന്നത്, അതിങ്ങനെ ഓരോ ലോക്കിൽ കൂടെ കയറി അത് വന്ന് ലോക്ക് ആവുന്നത്. ഓഫ് ചെയ്യാനായിട്ടൊന്ന് ഉയർത്തിയിട്ട് പ്രസ് ചെയ്യും. ഇനി താഴേക്ക്. ഇപ്പൊ സൗണ്ട് കേൾക്കാൻ ഞാൻ ഇനി ഒന്ന് ഓൺ ആക്കി. പ്രസ് ചെയ്യരുത്, വെറുതെ മുകളിലേക്ക്. ഓക്കെ, ഒന്ന് ഓഫ് ചെയ്തേ. പ്രസ് ചെയ്യും. കണ്ടോ? ഓൺ ചെയ്യാനായിട്ട് വെറുതെ ആ ലിവറിൽ ഉയർത്തിയാൽ മതി, അത് ഓൺ ആയിക്കോളും. ഓഫ് ചെയ്യാനായിട്ട് അതിനൊന്ന് ഉയർത്തിയിട്ട് ആ ലോക്കൊന്ന് റിലീസ് ആക്കിയിട്ട് വേണം പ്രസ് ചെയ്ത് താഴോട്ടാക്കാനായിട്ട്. ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്യും. ശീലമാക്കി അല്ലേ? ഓഫ് ചെയ്യും. ഓക്കെ, കൈ ഒന്ന് വിട്ടാതെ. ഇനി ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഓൺ ചെയ്തേ. ഇപ്പോഴും അത് തന്നെ പ്രസ് ചെയ്തിട്ടാ പൊക്കുന്നത്. അത് ചിലപ്പോൾ ലോക്ക് വീണില്ല എന്നിരിക്കും അങ്ങനെ ചെയ്താൽ. കൈ വിടും കേട്ടോ. ഇത് കണ്ടോ? ഓൺ ചെയ്യാനായിട്ട് വെറുതെ ഇങ്ങനെ പിടിച്ച് ഉയർത്തിയാൽ മതി. ഓഫ് ചെയ്യാൻ മതി നമുക്ക് ഈ ബട്ടൺ. ഉയർത്തുക, പ്രസ് ചെയ്യുക, താഴ്ത്തുക. ഓൺ ആക്കാൻ വെറുതെ ഇങ്ങനെ ഉയർത്തിയാൽ മതി. ഒന്ന് ഓൺ ചെയ്തേ. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അത് ക്വിക്കാണ്. പിന്നെ ഒന്ന് ഓഫ് ചെയ്തേ. ഓക്കെ അല്ലേ? ചെയ്ത് നോക്കി. ഓഫായി. ഇനി അത് ഓണാക്കുമ്പോൾ മാക്സിമം ഓണാക്കിക്കേ. മാക്സിമം ഉയർത്ത്. അത്രയും ആക്കി വെക്കണം. ഓക്കെ അല്ലേ? ഇനി ഓഫ് ചെയ്യും. ഓക്കെ, ഓണാക്ക്. ഹാൻഡ് ബ്രേക്ക് എപ്പോൾ ഓൺ ചെയ്താലും അത് മാക്സിമത്തിൽ കൊണ്ടുവന്ന് വെച്ചേക്കണം. കണ്ടാ? അപ്പോഴാണ് സേഫ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിന്നില്ല എന്നിരിക്കും. ഹാൻഡ് ബ്രേക്ക് ആണെന്ന് കരുതി വേണം കാലെടുക്കും, വണ്ടി ഉരുണ്ട് പോകും. ഓക്കെ ആണോ? ഓഫ് ചെയ്യും. നമുക്കൊന്ന് മുന്നിലേക്ക് നീങ്ങി നോക്കാം. എന്ത് ചെയ്യണം? ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തു. ബ്രേക്ക് പ്രസ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ. മിറർ രണ്ടും പ്രോപ്പറായിട്ട് കാണാമെന്ന് നോക്കിയാൽ ഉറപ്പല്ലേ? അപ്പൊ ന്യൂട്രലാക്ക്. ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്ത് പിന്നെ അത് തന്നെ ഓൺ ചെയ്യും. ഓക്കെ ആണോ? ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്തു. അത് തന്നെ അവിടെ ഒരു സെലക്ടർ ഉണ്ട്. രണ്ടാമത് കാണുന്നത് റൈറ്റ് സൈഡിൽ. അത് അല്ല, റൗണ്ടിന് താഴത്ത് റൈറ്റ് സൈഡിൽ കാണുന്നത് അത് ഏത് മിററാണോ സെലക്ട് ചെയ്യേണ്ടത് അതിൽ അങ്ങോട്ടേക്ക് നീക്കിക്കേ. ഓക്കെ, ഇപ്പൊ ഈ മിറർ സെലക്ട് ആയി. ഇനി ആ റൗണ്ടിൽ എവിടെ പ്രസ് ചെയ്യുന്നു അതിനനുസരിച്ച് ഈ മിറർ അഡ്ജസ്റ്റ് ആവും. അങ്ങനുണ്ടോ? ഓക്കെ ആണോ? താഴത്തെ മണ്ണാണോ കാണേണ്ടത്? ഏത് പിടി? വേണ്ട, പൊങ്ങട്ടെ. ഇല്ല, ഇപ്പൊ പൊങ്ങുന്നുണ്ട് ഇത്തിരി. ഓക്കെ, ഇനി കുറച്ച് ഇങ്ങോട്ട് വരട്ടെ. ഇച്ചിരി വരട്ടെ. ഇപ്പളാ നമ്മുടെ വണ്ടിയുടെ ഈ ഒരു ലൈൻ ഇല്ലേ ബാക്ക് വരെ ഉള്ള, അത് ഫുള്ള് കാണാവോ? അതായത് ആ ഗ്ലാസ് ഇല്ലേ, ആ ഗ്ലാസിന്റെ ഒരു ക്വാർട്ടർ ഭാഗത്ത് നമ്മുടെ വണ്ടി ആയിരിക്കണം, ബാക്കി ഔട്ട് സൈഡ്. അങ്ങനെ തന്നെയാണോ? എനിക്കറിയില്ല, എനിക്കിവിടെ ഇരുന്ന് കാണാൻ പറ്റില്ല. ഇവിടെ
ഓക്കെയാണ്. ബാക്ക് കാണാം. മേഡം ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കേണ്ടി വരരുത്. അവിടെ ഇരുന്ന് ജസ്റ്റ് കണ്ണ് തിരിച്ചാൽ നമുക്ക് അത് കാണാൻ പറ്റണം, അത്രേ ഉള്ളൂ. ഇല്ല നോക്കിക്കോ, കുഴപ്പമില്ല. എനിക്ക് അറിയാൻ പറ്റില്ല, എനിക്ക് ഇവിടെ നിന്ന് കാണാൻ വയ്യ മേഡം. അതല്ല മേഡം, ഇങ്ങനെ തല എത്തി നോക്കേണ്ടി വരരുത് അതിലേക്ക്. അവിടെ ഇരുന്ന് കണ്ണ് തിരിച്ചാൽ അതേ കിട്ടണം. അത് കാണുമ്പോഴത്തേക്ക് ഒരു ക്വാർട്ടർ ഭാഗത്ത് നമ്മുടെ വണ്ടി കാണാൻ പറ്റണം, ബാക്കി ഔട്ട് സൈഡ് കാണാൻ പറ്റണം, അത്രേ ഉള്ളൂ. മതി. റൈറ്റ് സൈഡിലെ മിറർ അതുപോലെയാണ്. ഓക്കെയാണ്. നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ആ സെലക്ടർ നടുക്കാക്കി വെച്ചേക്കണം, ഓഫ് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു മിററും സെലക്റ്റഡ് അല്ല. റൈറ്റ് ഉണ്ട്, ഒരു ഓഫ് ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്. ഓഫ് ഇല്ലായിരിക്കും അതിന്. അതിന് ഇപ്പുറത്ത് കാണുന്ന സ്വിച്ച് എന്ന് പറഞ്ഞാൽ മിറർ ഫോൾഡ് ചെയ്യുന്ന സ്വിച്ചാണ്. അതൊന്ന് പ്രസ് ചെയ്ത് നോക്ക്. കണ്ട, ഒന്നുകൂടെ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. ഓക്കെയാണ്. നോക്ക്, ഇനി ഒന്ന് മുന്നിലേക്ക് നീങ്ങി നോക്കാം. എന്ത് ചെയ്യണം? നീങ്ങണോ? നോക്കിക്കോ. ഇനി എന്ത് ചെയ്യണം? അത് നടക്കൂല. അതിനകത്തോട്ട് നോക്കി. മേഡം അത് ഉയർത്താഞ്ഞുണ്ട്. ജസ്റ്റ് ഒന്ന് ഉയർത്തിയിട്ട് വേണം അതിൽ പ്രസ് ചെയ്യാൻ, അപ്പോൾ സൗണ്ട് കേൾക്കില്ല. ഇപ്പോൾ ഓണാണ്. അതിനൊന്ന് ഉയർത്തി പിടിച്ചിട്ട് പ്രസ് ചെയ്തിട്ട് കണ്ട നീങ്ങാം. നമുക്ക് നീങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? ഇനി നോക്കിക്കോ, എങ്ങോട്ടാ നീങ്ങണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ മുന്നിലേക്ക് എടുത്തു. പിന്നിൽ വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇല്ലല്ലോ. റൈറ്റ് ഇൻഡിക്കേറ്റർ ഒന്ന് ഇട്ട് വെച്ചോ. ആ മതി. ഇനി പതിയെ മുന്നിലേക്ക് ഇറങ്ങട്ടെ. ഓക്കെ ആണോ? ഇനി ആ ഇൻഡിക്കേറ്റർ ആവശ്യമുണ്ടോ നമുക്ക്? ഓഫ് ചെയ്ത് വയ്ക്കും. പിന്നെ നിർത്തി. എന്ത് പറ്റി? എന്ത് പറ്റി? എന്നാ നീങ്ങട്ടെ. ഇനി നമുക്ക് ബ്രേക്കിന് ആവശ്യമുണ്ടോ? ഇതേ നോക്കിക്കേ, 8 വരെയുള്ള വേഗത വണ്ടി സ്വയമേ കീപ്പ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ആക്സിലേറ്റർ കൊടുക്കല്ലേ. നോക്ക്, ഒരു കയറ്റം വന്നപ്പോഴത്തേക്ക് അത് 7ലേക്ക് കുറഞ്ഞു. ശരിയാണ്? ഇനി നമുക്കൊരു ഇത്തിരി വേഗത കൊടുത്തു നോക്കാം. പതിയെ കൊടുത്തു നോക്കാം. വരുന്നുണ്ടോ വേഗത? കമോൺ. ഇപ്പൊ വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ സ്പീഡ്? ഇനി മുന്നിലേക്ക് എന്തുവാന്ന് നോക്കിയേ, ഒരു ചെറിയൊരു ഇറക്കമുണ്ട് അല്ലേ? അപ്പൊ അവിടെ ആക്സിലേറ്റർ ഒരുപാട് വേണോ? വേണ്ട. ആ കാലം എവിടെ വരണം? പതിയെ കീപ്പ് ചെയ്ത് കൊണ്ടുപോവാ, തിരിഞ്ഞ് തിരിഞ്ഞ് കൊണ്ടുപോവാ. വരട്ടെ, നീങ്ങാം. പിന്നെ വേഗത പതിയെ കൊടുത്തു തുടങ്ങിക്കോ. ആ ബോർഡ് കണ്ട, സൈൻ ബോർഡ്, അതിന് മുമ്പിലായിട്ട് നമുക്ക് നിർത്തണം. അവിടം വരെ എത്തുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടണം. ഇട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇനി അതിന് ആ കാലപ്പം എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ബ്രേക്കിലേക്ക് പോവാ. എന്നിട്ട് വേഗത കുറയ്ക്കും. നിർത്തി. ഇനി എന്ത് ചെയ്യണം? അല്ല, അതിനെല്ലാം മുന്നേ ഗിയർ ന്യൂട്രലാക്കണം. എന്നിട്ട് വേണം ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്യാനായിട്ട്. ഓൺ ചെയ്. ഓക്കെ. ഇപ്പം എല്ലാം ടെൻഷനായിട്ടാണ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ ഫ്രീ ആയിട്ടിരുന്നാൽ വേണ്ടതിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നവരെ കൂടെ ഫ്രീ ആയിട്ട്. ഒരുപാട് ടെൻഷൻ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് നിർത്താൻ തീരുമാനിച്ചു, നമ്മൾ ക്വിക്കായിട്ട് തീരുമാനിച്ചതല്ല. സാരമില്ലെന്നേ, ഞാൻ വണ്ടി ആവുമ്പോൾ ഇതിനകത്ത് എല്ലാം ഉണ്ട്. തട്ടലും മുട്ടലും ഉരച്ചിലും എല്ലാം ഉണ്ട്. മേഡം എത്ര സൂക്ഷിച്ച് ഓടിക്കുന്നു എന്ന് പറഞ്ഞാൽ എതിരെ വരുന്ന ആൾ നോക്കാതെ വന്നാൽ എന്ത് ചെയ്യും? ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ്. ഞാൻ നല്ലപോലെ വർഷങ്ങളായിട്ട് വണ്ടി ഓടിക്കുന്ന ആളാണ്. ഞാൻ ഓടിച്ചു വരിക, മേഡം എൻ്റെ എതിരെ വരിക. മേഡത്തിന് ഓടിക്കാൻ അറിയില്ല. മേഡം കൊണ്ടൊന്നും എന്നെ ഇടിച്ചാൽ എന്ത് പറ്റും?
എൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇടിക്കുന്നത്. ഞാൻ ചിലപ്പോൾ നിർത്തി തരുമായിരിക്കും മേഡം വരുന്നത് കാണുമ്പോൾ, എന്നിട്ടും മേഡം എന്നെ കൊണ്ടൊന്ന് ഇടിച്ചാലോ? അതെൻ്റെ വിധിയാണ്, ശരിയല്ലേ? അത് നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്. നമുക്ക് സൂക്ഷിക്കാം എന്ന് മാത്രമേ ഉള്ളൂ, മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കാം. ഓക്കെ, അത് മനസ്സിലിട്ടുകൊണ്ടിരിക്കരുത്. വണ്ടിക്കകത്തുള്ളതാണ് ഇത്, തട്ടലും മുട്ടലും എല്ലാം. പോവാം, നമുക്ക് ഇടുന്നത് ഫ്രീ ആയിട്ടിരിക്കുക, ഉറപ്പാണ്. നേരത്തെ നമ്മളൊരു സ്ഥലം ഫിക്സ് ചെയ്താൽ അതിനനുസരിച്ച് വേഗത ഒഴിവാക്കുക. പിന്നെ ബ്രേക്കിൽ കൊണ്ടുവന്ന് വണ്ടിയെ വേഗത കുറച്ച് ആ സ്ഥലത്ത് എത്തിക്കാനേ നോക്കാവുള്ളൂ. ഇപ്പൊ മാഡം ചെയ്തതെന്ന് വെച്ചാൽ സമയത്ത് ബ്രേക്ക് ചെയ്യാനാണ് നോക്കിയത്. ആക്സിലേറ്റർ തന്നെ വെറുതെ കാല് വെച്ചോണ്ടിരുന്നു, ശരിയല്ലേ? ഞാൻ അതാ പറഞ്ഞ, ആക്സിലേറ്റർ വേണ്ടാന്ന് തോന്നിയാ ആ കാല് ബ്രേക്കിലേക്ക് മാറ്റി വെച്ചോണം. ഓക്കെ, കാരണം പിന്നെ ആവശ്യം നമുക്ക് ബ്രേക്കിൻ്റെയാ. പോവാം, നമുക്ക് ഇടുന്നു ഡ്രൈവിലേക്ക് മാറും. ആദ്യം ഡ്രൈവിലേക്ക് മാറും. ഇപ്പൊ മനസ്സിലായ എന്താന്ന്? എന്തായിരിക്കും? ന്യൂട്രലാക്ക്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ, എപ്പോഴും ആവശ്യം കഴിഞ്ഞാൽ ഇപ്പൊ ഗിയർ യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ബ്രേക്കിൽ പ്രസ് ചെയ്യണം, എന്നിട്ട് വേണം ഡ്രൈവിലേക്ക് മാറാൻ. ഡ്രൈവിലേക്ക് മാറും. ഓഫായില്ലേ ഹാൻഡ് ബ്രേക്ക്? നമുക്ക് പോവാം. ഇനി എന്ത് വേണം? ആ, പുറകിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. ഇല്ല, നമുക്ക് പതിയെ നീങ്ങാം. പുറപ്പെട്ടേ. ഇനി ബ്രേക്കിന് ആവശ്യമുണ്ടോ? ഒരു ഹോൺ അടിച്ചോ, നമ്മൾ വരുന്നുണ്ടെന്ന് അറിയട്ടെ. എനിക്കിതാ വീതിയുള്ള സ്ഥലം കണ്ടോ അവിടെ? അവിടെ ഒന്ന് നിർത്തണം വണ്ടി. അപ്പോൾ എന്ത് ചെയ്യണം? ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യുക ആദ്യം തന്നെ. എന്നിട്ട് എന്നെ എന്ത് ചെയ്യണം? അതിന് ആക്സിലേറ്റർ വേണോ? ബ്രേക്കിൽ കൊണ്ടുപോകാം. വണ്ടിയുടെ വേഗത കുറച്ച് ആ സൈഡിലേക്ക് എത്തിക്കും. സൈഡിലേക്ക് വന്നോ? ഇതായിരുന്നു ആ സ്ഥലം, കഴിഞ്ഞു പോയി. ഇപ്പോൾ റോഡിന് അടുക്കാൻ നിർത്തിയിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടാ ആക്സിലേറ്ററിൽ നിന്ന് കാല് മാറ്റി ബ്രേക്കിൽ കൊണ്ടുവന്നത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞതല്ല ആ സ്ഥലം. ആണോ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞു തന്നു സ്ഥലം എവിടെയാ എനിക്ക് നിർത്തേണ്ടതെന്ന്. മേഡം അതിനനുസരിച്ച് ഈ വണ്ടിയുടെ മൂവ്മെന്റ് മാറ്റിക്കോണം. ആ സൈഡിലേക്ക് ഒതുക്കി കൊണ്ടുവന്നോണം കൃത്യമായിട്ട്. ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ല. 2 വീലർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ, നമ്മുടെ കൈ അകലത്തിലുള്ള വസ്തു, അതിന് അത്രേ വീതിയുള്ളൂ. നമുക്ക് എപ്പോൾ വേണേലും അതിനെ ക്യുക്കായിട്ട് മാറ്റാൻ പറ്റും. ഇതങ്ങനെ നടക്കില്ല, ഇതിന് വീതിയുണ്ട്. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് ആ പൊസിഷനിലേക്ക് കൊണ്ടുവരേണ്ടി വരും നമ്മൾ. ഭാരം ചേർന്നുണ്ടാ? ഓ അത് ഓഫായി. പോവാം, ഇന്ന് പോട്ടെ, ഒന്നോട്ടെ മുന്നിലേക്ക് പോട്ടെ. ഞാൻ ഇനി അടുത്ത സ്ഥലം പറയാം. ഇപ്പൊ നമ്മുടെ മുന്നിൽ ആരും ഇല്ല. ആക്സിലേറ്ററിന് വേണ്ടി അത്ര ടൈമും എടുക്കണ്ട. കുറച്ചുകൂടെ നോർമലായിട്ട് അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോയിക്കോ. അത്ര ലാഗ് വേണ്ട. ഓക്കെ, പോട്ടെ. അവിടെ ഒരു ചെടി ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, പൊങ്ങി നിൽക്കുന്ന? എനിക്ക് അവിടെ ഒന്ന് നിർത്തണം ഈ വണ്ടി. എന്ത് ചെയ്യണം മാഡം? സ്വന്തമായിട്ടൊന്ന് നിർത്തി നോക്ക്. ജസ്റ്റ് റോഡിൽ നിന്ന് ഒതുക്കുക. അതിനനുസരിച്ച് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ സ്ഥലത്ത് എത്തുമ്പോൾ ഈ വണ്ടി നിൽക്കണം. ഓക്കെ, ഇപ്പോൾ കണ്ട മേഡം സ്വയം അഡ്ജസ്റ്റ് ചെയ്ത് അതിന് മുന്നേ നിൽക്കുമെന്ന് തോന്നിയപ്പോൾ ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട്, അല്ലേ? പിന്നെ സ്പീഡ് കൂടുന്നെന്ന് കണ്ടപ്പോൾ ബ്രേക്ക് ഒന്ന് ടൈറ്റ് ചെയ്തു. ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് നിർത്തേണ്ടത്. ഓക്കെയാണ്. വീണ്ടും പോവാം, പോട്ടെ. നമ്മുടെ മുന്നിൽ ആരുമില്ല, അപ്പോൾ ഒരുപാട് ലാഗ് വേണ്ട. വണ്ടി മൂവ് ആയി തുടങ്ങുമ്പോൾ ആക്സിലേറ്റർ കീപ്പ് ചെയ്തോ വണ്ടിക്ക്.